നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിനെ കുറിച്ച് പറയണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന ആൾക്കാർക്ക് പല അബദ്ധവും പറ്റിയിട്ടുണ്ടായിരിക്കും. അതൊക്കെ അവരുടെ അനുഭവങ്ങളാണ്. എന്തായാലും എൻ്റെ ഒരു അനുഭവം ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയുള്ള ആൾക്കാർക്ക് അതൊരു ഉപയോഗമാവും, നിങ്ങളുടെ അറിവിലത്തേക്കായിട്ടുള്ള ഒരു കാര്യമാവും. വന്നിട്ട് കുറേ ആയെങ്കിലും ഇതുവരെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടില്ലാത്തൊരു കാര്യം കേട്ടോ. എന്താണെന്നല്ലേ, എനിക്ക് ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റിൻ്റെ കഥകളും യാത്രകളെ കുറിച്ച് കേട്ടിയുള്ളൂ, എനിക്ക് അറിയില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ യാത്ര ചെയ്ത സമയത്ത്, അതായത് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ദുബായ് എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ദുബായിൽ നിന്നാണ് നാളത്തേക്ക് ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മളെ കൊണ്ടുവന്ന് കറക്റ്റ് ഒരു ക്യാബിൻ, എവിടെയാണ് ഞങ്ങളുടെ സീറ്റ്, അതിന് മേലുള്ള ക്യാബിനൊക്കെ നമുക്ക് കാണിച്ചു തരും, നമ്മുടെ സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു തരും. പക്ഷേ ഞാൻ എൻ്റെ സീറ്റിൻ്റെ തൊട്ട് മേളിലായിട്ട് നമ്മുടെ ക്യാബിൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഷോൾഡർ ബാഗും സാധനമൊക്കെ ഞാൻ എൻ്റെ ക്യാബിനകത്ത് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ഞാനവിടെ നമ്മൾ യാത്രയിൽ കൂടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, പിന്നെ വിഷമം, വീട്ടിൽ നിന്ന് വന്ന് കരഞ്ഞിട്ട് വന്നതിൻ്റെ ആ ഒരു കുട്ടികളെയൊക്കെ കളഞ്ഞിട്ട് വന്നതിൻ്റെ ആ ഒരു വിഷമം, അങ്ങനെ എല്ലാം കൂടെ ആ ഒരു, എനിക്കറിയില്ല ആ ഒരു ഫീലിംഗ് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, നിങ്ങൾക്കറിയും. അങ്ങനെ ഒരു വിഷമത്തിരിക്കുമായിരുന്നു. എന്നിട്ട് എന്തറിയോ, അവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തു, അവിടെ നിന്ന് യാത്ര ചെയ്ത് ദുബായ് എയർപോർട്ടിലെത്തി. ദുബായിൽ നിന്ന് കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു ശരിക്കും. അതായത് 1 മണിക്കൂർ വ്യത്യാസമായിരുന്നു കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ ആ ഒരു ടൈം, രണ്ട് ഫ്ലൈറ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നേ ഞങ്ങളുടെ മുന്നേ വന്ന ബാച്ച്, അതായത് ഞങ്ങളുടെ അതേ ക്ലാസ്മേറ്റ്സിന് തൊട്ട് മുന്നേ വന്ന ആൾക്കാർക്ക് ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, ഇവർ ഫ്ലൈറ്റ് ഇറങ്ങി അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് എത്തുന്നതിന് മുന്നേ ആ ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ ഇവർ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസമൊക്കെയാണ് യാത്ര ചെയ്ത് വന്നതെന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി അറിഞ്ഞ കാര്യമായതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ വേഗം തന്നെ അടുത്ത ഫ്ലൈറ്റിൽ കയറണം എന്നുള്ള ലക്ഷ്യത്തോടെ ഇറങ്ങി ദുബായ് എയർപോർട്ട്. ആദ്യമായിട്ട് ഞാൻ പോവാറ് ദുബായ് എയർപോർട്ട്. ദുബായ് പോയിട്ട് കൊച്ചി എയർപോർട്ടിൽ പോയി എന്നെ വരെ ആ യാത്രയ്ക്ക് മുന്നേ പോയിട്ടില്ല. അപ്പോൾ ദുബായ് എയർപോർട്ടിൽ ചെന്നിറങ്ങി അവിടെ നിന്ന് അറിയോ, വേഗം സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ക്യാബിനിൽ നിന്ന് ബാഗ് എടുത്തു, സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വേഗം ഇങ്ങനെ അടുത്ത ഫ്ലൈറ്റ് കിട്ടുന്നപ്പോൾ ഞങ്ങൾ കുറച്ച് പേര്, ഞങ്ങളുടെ ബാച്ചിലുള്ള ഒരു 6 പേര് ഞങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വേഗം വന്ന് അടുത്ത ചെക്കിങ് ഏരിയയിൽ പോയി ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള, അതായത് മെറ്റലായിട്ടുള്ളത്, ബെൽറ്റ് ആണെങ്കിൽ വാച്ച്, ഇലക്ട്രോണിക് സാധനങ്ങൾ, ബാഗിനകത്തുള്ള ഇതൊക്കെ നമുക്കൊരു ട്രേ തരും. ആ ട്രേക്കകത്ത് ഇട്ടിട്ട് അതിങ്ങനെ സ്കാനറിൽ കൂടെ മൂവ് ചെയ്ത് അതിനപ്പുറം വരുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാം. നമ്മുടെ ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി ചെക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും കൂടെ കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകാനുള്ളൊരു സെറ്റപ്പായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഷോൾഡർ ബാഗ് തൂക്കിക്കൊണ്ട് വരികയാണ്. ഷോൾഡർ ബാഗ് തൂക്കി ഈ ട്രേക്കകത്ത് ഈ സാധനം വെക്കാൻ വേണ്ടിയിട്ടുള്ള സമയമായപ്പോൾ ഞാൻ ബാഗ് എടുത്തിങ്ങനെ വെച്ചപ്പോഴത്തേക്കാണ് ബാഗ് മാറിപ്പോയി. ആ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും. കണക്ഷൻ ഫ്ലൈറ്റിൻ്റെ സമയമായി. ആദ്യമായിട്ട്, അതായത് ദുബായ് എയർപോർട്ടിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല. കണ്ണിൽ അതൊരു നല്ല സൂപ്പർ എയർപോർട്ടാണ്, ഒന്നും പറയാനില്ല, അടിപൊളി ഒരു സ്ഥലമാണ്. പക്ഷേ അന്ന് കാണാനുള്ള സാവകാശമില്ല. അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കണം, നേരെ ഇവിടെ എത്തണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായിരുന്നാലും ആ ഫ്ലൈറ്റിൽ നിന്ന് ഞാൻ എൻ്റെ സാധനം മാറി എടുത്തു എന്നുള്ള ബോധ്യം എനിക്ക് അപ്പോഴാണ്. അതായത് ഷോൾഡറിൽ കിടക്കുന്ന സാധനം ഞാൻ ഊരി ഫ്രണ്ടിൽ വെച്ചപ്പോൾ എൻ്റെ ബാഗല്ല. ഷോക്കിങ്. എനിക്ക് ചിന്തിക്കാൻ വയ്യ ഒരവസ്ഥ. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ എപ്പോഴും ടെൻഷനായി. കാര്യം ബാഗ് കണ്ടു കഴിഞ്ഞാൽ സെയിം പോലെ ഇരിക്കും, പക്ഷേ അതല്ല ബാഗ്. പെട്ടെന്ന് ഞാൻ വെപ്രാളം പിടിച്ച് ഓടുകയാണ്. അതായത് അവിടെ നിന്ന് ഒരു ഓഫീസർ, കോട്ട് സൂട്ടൊക്കെ ഇട്ടൊരു ഓഫീസർ നിൽക്കുകയാണ്. അയാളടുത്ത് ഞാൻ പറയണം, സാർ എൻ്റെ ബാഗല്ല, ഞാൻ എങ്ങനെ മാറിയതാണെന്ന് തോന്നുന്നു, ബാഗ് ഫ്ലൈറ്റിൽ വെച്ച് മാറിയെന്ന് പറഞ്ഞു. അയാൾ എന്നോട് ചോദിച്ചു എങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, മാൾട്ടേക്ക് പോവുകയാണ്, കണക്ഷൻ ഫ്ലൈറ്റാണ്. അപ്പോൾ അന്ന്, അതായത് 1 മണിക്കൂർ ഡിലേ കഴിഞ്ഞിട്ട് അടുത്ത ഫ്ലൈറ്റ് ഉള്ള സമയത്ത്, അന്ന് അരമണിക്കൂറേ ഉള്ള സമയം. എന്നോട് പറഞ്ഞു, കണക്ഷൻ ഫ്ലൈറ്റല്ലേ, വേഗം തന്നെ ഫ്ലൈറ്റ് എത്താൻ നോക്ക്, ബാഗ് നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അന്വേഷിക്കാം. എന്തായിരുന്നാലും പോയി അവിടെ ദുബായ് എയർപോർട്ടിനകത്ത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, അവിടെ പോയി എഴുതി കൊടുക്കാൻ പറഞ്ഞു, കംപ്ലയിൻറ്റ് എഴുതിയിടാൻ പറഞ്ഞു. എൻ്റെ പൊന്നു ദൈവമേ, എനിക്കറിയില്ല ഞാൻ എന്ത് ചെയ്യണം, എനിക്കറിയില്ല. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം ടെൻഷനായി. അവരിങ്ങനെ അടുത്ത ഫ്ലൈറ്റ് എവിടെയാണ് നിർത്തണം എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഓടുക. അതൊക്കെ ഇങ്ങനെ ടൈമറും എവിടെയാണെന്നൊക്കെ ടെർമിനലെന്നൊക്കെ നോക്കി അവർ പോയി. ഒന്നും അറിയാതെ ദുബായ് എയർപോർട്ടിൽ ഞാൻ നെട്ടോട്ടമായിരുന്നു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല. എയറിൽ ഓടുമെന്ന് പറയുന്ന പോലെ അങ്ങനത്തേതായിരുന്നു. എനിക്കറിയില്ല. എനിക്ക് ബാഗ് തൊട്ട് തലേ ദിവസം വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ബാഗിനെ പോലും ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ആ ജസ്റ്റ് അവിടെ നിന്ന് ഇതുവരെ കൊണ്ടുവന്ന ദൂരം ബ്ലൂ കളറാണെന്നും അതിനകത്ത് ലേബലുണ്ടെന്നും ഒക്കെ മാത്രമേ എനിക്കറിയുള്ളൂ. അതിന് ശരിക്കും പെട്ടെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്കറിയോ, ദുബായ് എയർപോർട്ടിൽ, അത് മറ്റുള്ളിടത്തുണ്ടോ എന്ന് എനിക്കറിയില്ല, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസുണ്ട്. ശരിക്കും നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ ഇതുപോലെ മിസ്സാവുകയാണെങ്കിൽ നമ്മൾ അവിടെ പോയി എഴുതിയിടണം. അപ്പോൾ എനിക്കറിയില്ല ഇത് കിട്ടുമോ ഇല്ലയെന്ന് പോലും അറിയില്ല. എനിക്ക് ടെൻഷനായി. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ബാഗ് കൊണ്ട് ഓടുകയാണ്. ഓടിപ്പോൾ എൻ്റെ ഓട്ടം കണ്ടിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഒരു ചേട്ടൻ, അതൊരു ഓഫീസറായിരുന്നു, പക്ഷേ അയാൾ മലയാളിയാണെന്ന് അയാളുടെ അടുത്ത് പോയി ഞാൻ എൻ്റെ ടെൻഷൻ കൊണ്ട് ഞങ്ങൾ ചോദിക്കുകയാണ്, ലോസ്റ്റ് ആൻഡ് ഫൗണ്ടോട് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മലയാളിയാണെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടാ മലയാളി എന്ന് പറഞ്ഞാൽ നമുക്കത് പറയാനുള്ള ഒരു ഇതില്ല, അത്രയ്ക്ക് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഓടുന്നത്. എന്നിട്ട് ഞാൻ ചേട്ടാ എൻ്റെ ബാഗ് നഷ്ടപ്പെട്ടു പോയി, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് എടുത്തപ്പോൾ മിസ്സായി, മാറിയതാണെന്ന്. പക്ഷേ ഞാൻ വെച്ച സ്ഥലത്ത് ഈ ബാഗാണ് ഇരുന്നത്. ഞാൻ വെച്ച സ്ഥലത്ത് ബാഗ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എൻ്റെ ബാഗല്ല. ഞാനത് ഇന്നത്തെ ഫ്ലൈറ്റിൽ, അപ്പോൾ ഡിം ലൈറ്റ് ആയതുകൊണ്ട്, വെളുപ്പിനെ, അപ്പോൾ ഡിം ലൈറ്റ് ആയതുകൊണ്ട് എടുത്ത് ഷോൾഡറിൽ തൂക്കി. പക്ഷേ വെയിറ്റും സൈസും ഒക്കെ സെയിം ആയിരുന്നു, കളറും അത് ബ്ലാക്ക് ആയിരുന്നു. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ പോലെ, അത്ര എൻ്റെ ബ്ലൂ ആണ്. ഞാൻ എന്നിട്ട് ഇങ്ങനെ എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വിഷമിക്കണ്ട, ഒരു കാര്യം ചെയ്യും,
അവിടെ തൊട്ടടുത്ത ഓഫീസ് കാണിച്ചു അവിടെ കൊണ്ട് എഴുതിയില്ല. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് അവരാണെങ്കിൽ എനിക്ക് അവിടുത്തെ ഒരു ബോർഡ് കാണിച്ചു തന്നിട്ട് അത് ഫോട്ടോ എടുത്ത് വെച്ചോ, എന്നിട്ട് ഇതിൻ്റെ നമ്പറും എല്ലാം, അതായത് അവരുടെ മെയിൽ ഐ ഡി ഒക്കെ ഉണ്ട്, അപ്പോൾ കോൺടാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക, ഒരു ടെൻഷൻ വേണ്ട, എമിറേറ്റ്സിൽ നഷ്ടപ്പെട്ടതുകൊണ്ട് കിട്ടും എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ടെൻഷൻ ആവേണ്ട, എന്തായാലും കണക്ഷൻ ഫ്ലൈറ്റാണ്, പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഭയങ്കര പ്രശ്നമായിരിക്കും, പിന്നെ വീണ്ടും ഫ്ലൈറ്റ് പിടിക്കണം, നിങ്ങളുടെ നഷ്ടമാണ്, അപ്പം നിങ്ങൾ എന്തായാലും വേഗം പോകാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ ദൈവം, ഞാൻ വിളിക്കാത്ത ദൈവങ്ങൾ, ഞാൻ അത്രയും വിഷമിച്ചു. അപ്പോൾ എന്നോട് എന്തൊക്കെ ഉണ്ട് എന്നുള്ള സാധനങ്ങൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളതെന്ന് ചോദിച്ച്, അപ്പം എനിക്ക് അപ്പോഴും ഓർമ്മയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത് ഞാൻ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഓടി വരികയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേറൊരു, അതായത് ബോഡി ഷേപ്പിംഗ് ഏരിയയിൽ, ബോർഡിങ്ങിൻ്റെ അവിടെ ഏരിയയിൽ പോയപ്പോഴത്തേക്ക് എന്നോട് അവിടുത്തെ ഒരു ഓഫീസറാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിഷമത്തിൽ ഇങ്ങനെ പറയുകയാണ്, സാർ എൻ്റെ ഇത് പോയി, എൻ്റെ ബാഗ് പോയി, ഞാൻ എന്ത് ചെയ്യും, എനിക്കറിയില്ല, കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒരു മലയാളി ദൈവം എന്നെ കാത്തെന്ന് പറയാൻ വേണ്ടിയിട്ട് അത്രയ്ക്കും ഞാൻ വിഷമിച്ചപ്പോൾ എൻ്റെ ടിക്കറ്റിനകത്ത് നിങ്ങളുണ്ടോ, ഈ ടിക്കറ്റിനകത്ത് എനിക്ക് എഴുതി തന്നിട്ട്, അതായത് കാണാൻ പറ്റുന്നില്ല എന്നാണല്ലേ, ഉണ്ടോ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിനകത്ത്, അതായത് എൻ്റെ എമിറേറ്റ്സിൻ്റെ അവരുടെ സൈറ്റും എഴുതിയിട്ട് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൻ്റെ അവിടെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റിനകത്ത് അവർ എഴുതി തന്നു. ഞാൻ ശരിക്കും എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു അപ്പോഴും, ഇത് കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല, ഞാൻ അത്രയ്ക്ക് ടെൻഷനായി. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വേഗം, എനിക്ക് എങ്ങോട്ട് പോകണമെന്ന് പോലും അറിയില്ല, അപ്പോൾ ആ ചേട്ടൻ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു, ഇവിടെ അവിടെ ചെന്നിട്ട് എൻ്റെ ഫ്ലൈറ്റിൽ ആദ്യം കയറ്. അപ്പോൾ എനിക്ക് ആദ്യം കണ്ട മലയാളി എനിക്ക് നമ്പർ തന്നു, എൻ്റെ അടുത്ത് പറഞ്ഞു നീ കോൺടാക്ട് ചെയ്താൽ മതി, നീ ടെൻഷൻ ആവേണ്ട, കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ചെയ്ത് തരാമെന്ന്. പക്ഷേ എൻ്റെ കയ്യിൽ അപ്പോഴും നാട്ടിലെ സിം ഞാൻ വീട്ടിൽ കൊടുത്തിട്ടാണ്, സിമ്മില്ല. ഞാൻ എൻ്റെ ഫോണിൽ ആ നമ്പർ സേവ് ചെയ്തിട്ടു, പക്ഷേ സിമ്മില്ലാത്തത് കാരണം സേവ് ആയില്ല. അപ്പോൾ എനിക്ക് അറിയില്ല, എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിൽ വന്നിട്ട് ഫ്ലൈറ്റ് കിട്ടി, രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഓടി വന്ന് കയറി. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാൻ എനിക്കറിയില്ല, അത് കിട്ടൂലായിരിക്കും, എൻ്റെ വിലപ്പെട്ട സാധനങ്ങളൊക്കെ പോയി. നമ്മളെപ്പോഴും കൈ കെട്ടുന്ന ബാഗിനകത്ത് കുറേ അധികം നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതായിട്ട് എനിക്കൊരു ലാപ്ടോപ്പില്ല, എന്താ പറയാൻ, എനിക്കങ്ങനെ വില കൂടിയ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ വിലപ്പെട്ട കുറച്ച് സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന, അമ്മ എനിക്ക് തന്നു വിട്ട പ്രാർത്ഥനയ്ക്കുള്ളത് ഒരു ബൈബിൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു മാതാവിൻ്റെ രൂപം, ഒരു കുന്ത, പിന്നെ എൻ്റെതായ വിലപ്പെട്ടതായിട്ടുള്ളൊരു സ്വത്ത്, അതെനിക്ക് എൻ്റെ ഹസ്ബൻഡ് സമ്മാനമായിട്ട് തന്നതായിരുന്നു. അപ്പോൾ അത് ഞാൻ അത്രയ്ക്കും സന്തോഷത്തോടെ, അതായത് ഗിഫ്റ്റായിട്ട് പൊതിഞ്ഞ് തന്നു വിട്ടതായിരുന്നു, ഞാൻ തുറക്ക പോലും ചെയ്യാതെ അതിനകത്ത് വെച്ചിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പിന്നെ എല്ലാ ഫോണിൻ്റെ എല്ലാത്തിനും ചാർജർ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത്. എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്ന് ദുബായിൽ നിന്ന് കയറിയെടുത്ത് മാൾട്ട എയർപോർട്ടിൽ വന്നിട്ട്, അപ്പോൾ അവിടെയും ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞയച്ചു, അവിടെ ഓഫീസിൽ ചെന്ന് എഴുതി കൊടുക്കണം, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം എമിറേറ്റ്സിൽ വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ ചേഞ്ച് മാറിയെടുത്തു എന്നല്ല, നഷ്ടപ്പെട്ടിട്ടുണ്ട്, അപ്പോൾ അത് കിട്ടുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ഫോമുണ്ട്, അപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു. എൻ്റെ ഫോം ഇവിടുത്തെ അതായത് മാൾട്ടയിൽ വന്നു കഴിഞ്ഞാൽ ഫോൺ നമ്പർ കിട്ടി അവിടെ നിന്ന് കൊണ്ട് കൊടുക്കണം. അപ്പം അവിടെ വെച്ച് തന്നെ നമ്മൾ ഫോൺ നമ്പർ അവിടെ നിന്ന് അവർ പുതിയ സിം തന്നു, ആ നമ്പർ ഞാൻ എഴുതി കൊടുത്തു, കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ കിട്ടാൻ സാധ്യത കുറവാണ്, നമുക്ക് ട്രൈ ചെയ്യാം എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പേപ്പർ അവിടെ നിന്ന് എഴുതി തന്നു. എന്നിട്ട് ഞാനിവിടെ വന്നിട്ട് വീണ്ടും ഞാൻ എന്താ പറയുക അന്വേഷിക്കുകയാണ് ഈ ബാഗ്, എനിക്കറിയില്ല ദൈവമേ കിട്ടുമോ, എനിക്കാണെങ്കിൽ വീട്ടിൽ പറയാനും പേടി, അതെല്ലാവരും അശ്രദ്ധ കാരണമാണെന്ന് പറഞ്ഞിട്ട് വഴക്കായിരുന്നു. ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എൻ്റെ ബാഗ് എനിക്കെന്നും അറിയില്ല, നമ്മുടെ ഓരോ സാധനം നമുക്ക് വിലപ്പെട്ടാണ്, ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിലുള്ള ഓരോ നമുക്ക് വാല്യൂബിൾ ആയിരിക്കും. ഞാൻ അത്രയ്ക്ക് വിഷമിച്ചു അതിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ ദിവസം ഇവർക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി, ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് അതിലോട്ട്, അവരുടെ മെയിൽ ഐ ഡിയിലോട്ട് ഞാൻ മെയിൽ ചെയ്യാൻ തുടങ്ങി, സാർ എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണം എൻ്റെ ബാഗ്. അപ്പോൾ ഓരോ ദിവസം, ആദ്യത്തെ ദിവസം മെയിൽ ചെയ്തപ്പോൾ ഒരു റിപ്ലൈ ഇല്ല, രണ്ടാമത്തെ ദിവസം മെയിൽ ചെയ്തപ്പോൾ അവർ റിപ്ലൈ അയച്ചു, എന്തൊക്കെ ഉണ്ടായിരുന്നു, ബാഗിൻ്റെ നമ്പർ, ബാഗിൻ്റെ സൈസ്, അതിൻ്റെ കമ്പനി നെയിം, കളറ്, അങ്ങനെ കുറേ ബാഗിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ അയക്കാം. സത്യം പറഞ്ഞാൽ എൻ്റെ ബാഗിൻ്റെ ഫോട്ടോ പോലെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ബ്രദർ വരാൻ സമയത്ത് എടുത്ത ഒരു ചെറിയ ഫോട്ടോ, ചെറിയ ഫോട്ടോ, ഇതാണ് എൻ്റെ ബാഗ്. നിങ്ങൾ വിചാരിക്കും ഇതൊരു ചെറിയ സംഭവമാണ്, പക്ഷെ അതെനിക്ക് വലുതായിരുന്നു. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വിലപ്പെട്ടതായിരുന്നു. അപ്പം അതുപോലെ തന്നെ എനിക്ക് ആ ബാഗിനെ കുറിച്ച് എനിക്ക് ഓർമ്മയില്ല, എൻ്റെ പേരെന്താ, എന്തോ ഒരു വൈറ്റ് കളർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൽ വെച്ച് ഞങ്ങളെടുത്ത ഫോട്ടോസൊക്കെ തപ്പി നോക്കി കിട്ടിയില്ല, ഒരു ഫോട്ടോ പോലും അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ പിന്നെ ഹസ്ബൻഡാണെങ്കിൽ അതിൻ്റെ നമ്പർ, അതായത് ബാഗ് വാങ്ങിയതൊക്കെ തലേ ദിവസം വാങ്ങിയതേ ഉള്ളൂ, അപ്പോൾ ലുലു മാളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് അവിടെ വിളിച്ച് അന്വേഷിച്ചു, അതായത് ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന്. ആ സമയം ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ അവർക്ക് അത് എടുക്കാൻ പറ്റില്ല, നമ്മൾ തിരിച്ച് അവിടെ പോയി അന്വേഷിക്കണം. അപ്പോൾ ഞങ്ങൾ കുറേ അന്വേഷിച്ചതിന് വേണ്ടിയിട്ട് ബാഗിൻ്റെ ഒന്നും കിട്ടിയില്ല. എനിക്ക് 100% ഉറപ്പായിരുന്നു തിരിച്ചു കിട്ടില്ല, പക്ഷേ ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ദിവസവും രാവിലെ ഉറപ്പ് എണീക്കുമ്പോൾ ഇതിനെക്കുറിച്ച് മെയിൽ അയക്കാനേ നേരമുള്ളൂ, എല്ലാ ദിവസവും മെയിൽ അയക്കും, അവർ വരുന്ന റിപ്ലൈ. അപ്പോൾ 4 ദിവസമായി 5 ദിവസമായിട്ട് റിപ്ലൈ ഒന്നുമില്ല. അപ്പോൾ എന്നിട്ട് ഒരു ദിവസം അവർ എന്നോട് പറഞ്ഞു, തിരിച്ച് മെയിൽ അയച്ചു, ഇങ്ങനൊരു സാധനം ഇതുവരെയും എമിറേറ്റ്സിൽ തിരിച്ച് അവർക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് പറയണം, അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള ലിസ്റ്റ് ഔട്ട് ചെയ്യണം, കമ്പനി നെയിമോ ബാഗിൻ്റെ ഫോട്ടോയോ ഇല്ലാതെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒരു സാധനം ഇതുവരെ അവർക്ക് തിരിച്ച് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്.
അങ്ങനെ ശരിക്കും ഞാൻ ഡെസ്പായി, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ ഇട്ടൂല എന്ന് 100% ഉറപ്പിച്ചു. പക്ഷേ ഒരു കാര്യം എന്താണെന്നറിയോ, ഞാൻ എന്നിട്ട് ഇവിടുത്തെ മാൾട്ട എയർപോർട്ടിൽ പോയി അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഒരു മലയാളി ചേട്ടനുണ്ടായിരുന്നു, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, വിമൽ എന്നങ്ങാണ്ടാണ് പേര്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഒരുവിധപ്പെട്ട ഒന്നും നഷ്ടപ്പെടാറില്ല, അതിനകത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ കിട്ടും, ടെൻഷൻ ആവേണ്ട. അഥവാ ചിലപ്പം ലേറ്റ് ആവുമായിരിക്കും, പക്ഷെ അവർ കംപ്ലീറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ തെളിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് തരുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ആവേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും കാത്തിരുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു മെസ്സേജ് അയച്ചു. അതായത് എന്നെ കുറേ ടെൻഷനാക്കി. അതിനിടയ്ക്ക് വെച്ച് മെയിലൊക്കെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം ഇല്ല, നമുക്കതിനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ലാസ്റ്റ് അവർ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു, ഇതാണോ നിങ്ങളുടെ ബാഗ് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, എടി പ്രാർത്ഥിക്കുന്ന സാധനങ്ങളില്ല, അതായത് മാതാവിൻ്റെ ഫോട്ടോ, ബൈബിള്, കൊന്ത എല്ലാം ഉണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വിലപ്പെട്ടത് എൻ്റെ ഹസ്ബൻഡിന് അമ്മയച്ചൊരു ഗിഫ്റ്റായിരുന്നു. അതിന് വിലയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ വിലപ്പെട്ട, ഒരിക്കലും മറക്കാത്തൊരു സമ്മാനമായിരുന്നു അത്. ഞാൻ അതിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു. നമുക്കൊരിക്കലും അതിൻ്റെ ഒരു കോപ്പി പോലും എടുക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ ഞാൻ കിട്ടൂലെന്ന് വിചാരിച്ച സാധനം, പക്ഷേ എനിക്ക് അവസാനം കിട്ടി. അവരെനിക്ക് മെയിൽ അയച്ചു, നിങ്ങളുടെ കിട്ടിയിട്ടുണ്ട്, അവിടെ നിന്ന് ഫ്ലൈറ്റിൽ ആക്കി മാൾട്ടയിലോട്ട് അയക്കുന്നുണ്ട്, അപ്പോൾ ടെൻഷൻ ആവണ്ട, അത് കിട്ടും. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് അവർ പറഞ്ഞ ഡേറ്റിൻ്റെ അന്നുള്ള ആ ഫ്ലൈറ്റ് നമ്പറൊക്കെ വെച്ചിട്ട് മാൾട്ട എയർപോർട്ടിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം ഞാൻ അവിടെ പോയി, എനിക്കത് കിട്ടി. ആ സന്തോഷം എന്ന് പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. എന്തുകൊണ്ടെന്നറിയോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പോൾ ചെറുതാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് ഭയങ്കര വിലപ്പെട്ടതായിരിക്കും. അവരെന്നോട് എന്തൊക്കെയാണ് അതിനകത്ത് വാല്യൂബിൾസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ലാപ്ടോപ്പ് ഉണ്ടോ, ഇലക്ട്രോണിക് സാധനങ്ങളുണ്ടോ, വാച്ച് ഉണ്ടോ, മൊബൈൽ ഫോൺ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഈ ലിസ്റ്റിലൊന്നുമില്ല അതിനകത്ത് പറയാൻ. അവർ ഉദ്ദേശിക്കുന്ന വിലപ്പെട്ടതൊന്നും എൻ്റെ വിലപ്പെട്ടതല്ല, പക്ഷേ അതിലും വിലപ്പെട്ട സാധനങ്ങളായിരുന്നു എനിക്ക് നഷ്ടമായത്. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം. ഒരു നോട്ട്ബുക്ക് പോലും ഇല്ലാതെയാണ് ഞാൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പോയത്. കാര്യം ഞാൻ ബുക്കും പേനയും എല്ലാം ഇതിനകത്തായിരുന്നു. ഒരു സൈഡ് ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കയ്യിൽ കൊണ്ടുവരാൻ വേണ്ടി, ഫയലും. ആ ബാഗും തൂക്കിയാണ് ഞാൻ കോളേജിൽ ഇപ്പോൾ കൊണ്ടുവന്ന ക്ലാസ്സിന് പോയി. ഞാൻ എന്നും വിഷമിക്കുകയാണ്, ദൈവമേ ഇത്രയും ഞങ്ങൾ പോയി നല്ല ബാഗായിരുന്നു, നല്ല ബാഗ്. അത് വാങ്ങി കൊണ്ടുവന്നിട്ട് അത് ഒന്നും യൂസ് ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ പറ്റുന്ന ഡ്രസ്സ് കാര്യങ്ങളെല്ലാം പോയി. ബാഗ് ചെറുതാണെങ്കിലും അതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര വിലപ്പെട്ടതായിട്ട് തോന്നിയ സാധനങ്ങൾ പക്ഷെ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ പറയാൻ വന്ന കാര്യമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ശ്രമിക്കുക. എന്ത് സാഹചര്യത്തിൽ നമുക്ക് നഷ്ടമായത് നമുക്ക് തിരിച്ചു കിട്ടും. നമുക്ക് നഷ്ടമായ ജീവിതമാണോ, സന്തോഷമാണോ, സങ്കടമാണോ, എന്തോ ആയിരുന്നാലും സങ്കടങ്ങൾ തിരിച്ചു കിട്ടണമെന്നല്ല, പക്ഷേ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനാവും. ജീവിതത്തിൽ നിസ്സാരമായി കഴിയുന്ന ഒന്നും നമുക്ക് ചെറുതല്ല, ഇതെല്ലാം നമുക്ക് വിലപ്പെട്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടും ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു കാര്യമായിരുന്നു എൻ്റെ നഷ്ടപ്പെട്ട ബാഗ് തിരിച്ചു കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയ വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ട് വന്നതാണ്. കണ്ടതിൻ്റെ സ്പേസ്. ബൈ.